NDAയുടെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. കലൂരിൽ റോഡ് ഷോ ഉണ്ട്. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമുണ്ട്. മറൈൻ ഡ്രൈവിൽ അഖില കേരള ധീവര സഭയുടെ സുവർണ ജൂബിലി സമ്മേളനവുമുണ്ട്. അവിടെയാണ് മോദിയുടെ ആദ്യ പരിപാടി. എൽദോപ്പോൾ പുതുശ്ശേരി, ഡാനി പോൾ, നവമി ദിനേശ്, ആജ്ഞ രവീന്ദ്രൻ എന്നിവർ ഇതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം എൽദോയിലേക്കും നവമിയിലേക്കും പോകണം. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുള്ളത് കലൂരാണ് അല്ലേ? കലൂരിൽ വലിയ പരിപാടി, കലൂരിൽ റോഡ് ഷോ അടക്കമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. എന്തൊക്കെയാണ് നവമി, എൽദോ അവിടുത്തെ വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. എന്താണെങ്കിലും പ്രധാനമന്ത്രി ഇന്ന് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ വലിയ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം, NDAക്ക് അത് വലിയ രാഷ്ട്രീയ നാന്ദി കുറിക്കൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് എന്നൊക്കെ വിശേഷിപ്പിക്കാം. അതിനിടയിലാണ് വലിയ വിവാദങ്ങൾക്കും ഇപ്പോൾ തുടക്കം കുറിക്കുന്നത് അല്ലെ? സ്വാഭാവികമായും അവിടെ മന്ത്രിമാരുടെ ബഹിഷ്കരണം, മുഖ്യമന്ത്രിയുടെ ബഹിഷ്കരണം ഒക്കെ വരുന്നു എന്നുള്ളത് സ്വാഭാവികമായി അറിഞ്ഞിട്ടുണ്ടാകും. എന്താണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3:30 വരെ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2:30 വരെ. അപ്പൊ പ്രധാനപ്പെട്ട പദ്ധതികൾ പ്രധാനമന്ത്രി ആദ്യം മറൈൻ ഡ്രൈവിലായിരിക്കും പങ്കെടുക്കുക. ആ പരിപാടിക്ക് ശേഷം ഏകദേശം 12 മണിയോടുകൂടിയാണ് കലൂര് വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കലൂർ സ്റ്റേഡിയത്തിന് മുന്നിലാണ്. ഇവിടെ ഈ കാണുന്ന ഈ ഫുട്ബോളിന്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്നായിരിക്കും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നത്. ഏകദേശം ഒരു 200 മീറ്റർ ഉള്ളിലേക്ക് തന്നെ 2 പന്തലുകളും തയ്യാറായി കഴിഞ്ഞു, വേദികളും തയ്യാറായി കഴിഞ്ഞു. അവിടെയായിരിക്കും 2 പരിപാടികളും നടക്കുക. ആദ്യത്തേത് കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവുമായിരിക്കും. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ആ ഒരു പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 5500 കോടിയിലധികം രൂപ ചിലവിൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കൊച്ചി റിഫൈനറിയിൽ സ്ഥാപിക്കുന്ന പോളിപ്രൊപ്പലിൻ യൂണിറ്റിന്റെ ഉദ്ഘാടനമായിരിക്കും ആദ്യം ഉണ്ടാകുക. അതിനുശേഷം കൊല്ലം വെസ്റ്റ് കല്ലടയിൽ സ്ഥാപിക്കുന്ന 50 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയുടെ ശിലാസ്ഥാപനമായിരിക്കും രണ്ടാമതായിട്ട് പ്രധാനമന്ത്രി നിർവഹിക്കുക. ഒപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും സന്തോഷകരമാകുന്ന ഒരു പദ്ധതിയുണ്ട്. ഒരു ദേശീയപാതയുടെ പണി അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി മറ്റേതായി നിർവഹിക്കുന്നത്. അതിന് വലിയൊരു വിവാദം നടക്കുകയാണ്. സംസ്ഥാന സർക്കാർ പറയുന്നത് സംസ്ഥാന സർക്കാരും കൂടി പങ്കാളിയായൊരു ദേശീയപാത വികസനമാണ്. അതിൽ തങ്ങളെ ക്ഷണിക്കാത്തതിന്റെ വലിയ നീരസം സംസ്ഥാന സർക്കാരിനുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്തതിന്റെ ഭാഗമായി എന്തായാലും ആ പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു ഉദ്ഘാടനം തന്നെ ബഹിഷ്കരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ ഒന്നും തന്നെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് അടുത്ത കാര്യം. 2650 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന മുംബൈ കന്യാകുമാരി എക്കണോമിക് കോറിഡോറിന്റെ ഭാഗമായുള്ള തലപ്പാടി ചെങ്കള സെക്ഷൻ 6-വരിപ്പാത 2140 കോടി രൂപ ചിലവിൽ വെങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള 6-വരിപ്പാതയായി നവീകരിച്ച കോഴിക്കോട് ബൈപ്പാസ്, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പ്രകാരം നിർമ്മിച്ച 23 ഗ്രാമീണ റോഡുകൾ തുടങ്ങിയവയുടെ പദ്ധതികളും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. മറ്റൊന്ന് അമിത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഷൊർണൂർ ജംഗ്ഷൻ, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളുടെയും ഷൊർണൂർ നിലമ്പൂർ റോഡ് റെയിൽവേ ലൈൻ വൈദ്യുതീകരണ പദ്ധതിയുടെയും ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കുന്നതായിരിക്കും. മറ്റൊന്ന് പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലെ പുതിയ ട്രെയിൻ സർവീസിന്റെ ഫ്ളാഗ് ഓഫും ഇന്ന് നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് NDAയുടെ വേദിയിൽ അദ്ദേഹം എത്തും. നമുക്കറിയാം വലിയൊരു തിരഞ്ഞെടുപ്പിനെ തന്നെയാണ് സംസ്ഥാനം നേരിടാൻ പോകുന്നത്. അതിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ഏറ്റവും കൂടുതൽ സീറ്റ്, എത്രയേറെ സീറ്റ് ഉറപ്പിക്കാൻ കഴിയുമോ ആ ഒരു രീതിയിലേക്കുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു തുടക്കമായിരിക്കും പ്രധാനമന്ത്രി ഇന്ന് എത്തുമ്പോൾ നടക്കുക. അതിൽ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് കേരളത്തിന് വേണ്ടി ഏതെങ്കിലും പദ്ധതി, പ്രത്യേകമായിട്ടുള്ള പദ്ധതി ഇന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമോ? അതോടൊപ്പം തന്നെ എൽദോ നമുക്കറിയാം 2020യും BDJS-ഉം NDAയ്ക്കൊപ്പമുണ്ട്, BJPക്കൊപ്പമുണ്ട്. ഈ വരുന്ന ഇലക്ഷനിൽ അതേറെ നിർണായകമാകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കേണ്ടിയുണ്ട്. ഇന്ന് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സംസ്ഥാന സർക്കാരിനെയും അതേപോലെ തന്നെ കോൺഗ്രസിനെയും രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം മോദിയുടെ ഭാഗത്ത് ഉറപ്പായിട്ടും. ആ ട്വീറ്റിൽ തന്നെ, കഴിഞ്ഞ ദിവസം എക്സ്പോസിൽ തന്നെ അത് വ്യക്തമായിരുന്നു. UDF LDF ദുർഭരണത്തിനെതിരെ സദ്ഭരണത്തിന്റെ അജണ്ട മുന്നോട്ട് വെക്കും NDA എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ മലയാളത്തിലുള്ള ആ ട്വീറ്റ്. എന്താണെങ്കിലും നമുക്ക് ഈ കൊച്ചി നഗരത്തിൽ എമ്പാടും കാണാം മാറ്റം തുടങ്ങാം, വികസിത കേരള മോദിക്കൊപ്പം എന്നുള്ള ബാനറുകളാണ് ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്നല്ല കൊച്ചി നഗരത്തിൽ എമ്പാടും NDAയുടെ ഭാഗമായിട്ട്, BJPയുടെ ഭാഗമായിട്ട് നിർത്തിയിട്ടുണ്ട്. മാറാത്തത് മാറും, ഇനി കേരളം വളരും എന്നതാണ് പ്രധാനം. അതിൽ BDJS-ന്റെയും 2020യുടെയും നേതൃത്വമാണ് രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനൊപ്പം ആ പോസ്റ്ററിൽ ഇടം പിടിക്കുന്നത്. അതാണ് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയുടെ വരവ് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. എന്താണെങ്കിലും ഒരുപാട് പ്രവർത്തകരും ഇപ്പോൾ വളരെ സജീവമായി രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ഈ
ഈ ബലൂൺ തോരണങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് വോളണ്ടിയേഴ്സ് ആണോ? അതെ അതെ, വോളണ്ടിയേഴ്സ് ആണ്. എവിടെ നിന്നാണ് എല്ലാവരും വരുന്നത്? എറണാകുളമാണ്. അപ്പൊ ഇന്ന് പ്രധാനമന്ത്രി വരുമ്പോൾ BJP പ്രവർത്തകരുടെ ഒരു പ്രധാനപ്പെട്ട പ്രതീക്ഷ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും എല്ലാ വർഷവും അദ്ദേഹം വരുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് നോക്കാം, 2024 യുവം കഴിഞ്ഞതിന് ശേഷം ഈ 2 വർഷ ഗ്യാപ്പിനിടയിൽ തന്നെ അദ്ദേഹം എത്ര തവണയാണ് കേരളത്തിൽ വന്നു പോയിട്ടുള്ളത്, പ്രത്യേകിച്ച് എറണാകുളത്ത് വന്നു പോയിട്ടുള്ളത്. ഇവിടെ വരുന്ന ഓരോ സമയത്തും എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ പ്രഖ്യാപിക്കാതെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാതെ അദ്ദേഹം പോവാറില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് തന്നിട്ട് അദ്ദേഹം പോകാറുള്ളൂ. അപ്പൊ ഇത്തവണ നമ്മൾ വളരെ പ്രതീക്ഷയിലാണ്. ഒരു അതിവേഗ റെയിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് അദ്ദേഹമാണല്ലോ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്രമാണല്ലോ തീരുമാനിക്കുന്നത്. നമുക്ക് അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ എക്സ്പെക്ടേഷൻസ് അങ്ങനെയല്ല, ചെയ്യുന്നതെല്ലാം നമ്മുടെ നല്ലതിനായിരിക്കും എന്നുള്ളൊരു ഷുവർ ആണ്. ശരി, നിങ്ങൾ എല്ലാവരും രാവിലെ തന്നെ പിന്നെ BJP ഷോളൊക്കെ അണിഞ്ഞ് വന്നിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി വരുമ്പോൾ എന്തെങ്കിലും പ്രത്യേക പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. NDAക്ക് വിജയം ഉണ്ടാകും. ഞങ്ങൾ മാറാത്തത് മാറ്റും. ആവേശത്തോടു കൂടി തന്നെയാണ് വെളുപ്പിന് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് മോദിജിനെ സ്വീകരിക്കാനായിട്ട്. അദ്ദേഹം വരുന്നത് തീർച്ചയായിട്ടും മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അങ്ങനെ ഉണ്ടാവും, ഈ ഇലക്ഷനും ഉണ്ടാവും. ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രതിഷേധവും ബഹിഷ്കരണവും ഒക്കെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടിൽ വരുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി വരുന്നില്ല, മന്ത്രിമാർ പങ്കെടുക്കില്ല എന്നാണ് അറിയിക്കുന്നത്. ഈ പദ്ധതി പ്രഖ്യാപന വേളയിൽ ആ ഉദ്ഘാടന സമയത്ത് മന്ത്രിമാരെ വിളിച്ചിട്ടില്ല എന്നുള്ള പൊതുമരാമത്ത് മന്ത്രിയെ ഒഴിവാക്കി എന്നുള്ളതാണ് അതിന് പിന്നിലെ ആരോപണം. എന്താണ് അതിനോട് പ്രതികരണം പ്രവർത്തകർക്ക്? അതൊക്കെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. നമ്മളതിനൊന്നും വകവയ്ക്കുന്നില്ല. നമ്മളെല്ലാവരും ഇപ്പൊ വളരെ എനർജറ്റിക് ആയിട്ട് മോദിജിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെന്റും എല്ലായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ദേശീയപാത ഉദ്ഘാടനം ചെയ്യുമ്പോൾ പൊതുമരാമത്ത് മന്ത്രി വരണ്ടേ? തീർച്ചയായിട്ടും വേണം. പക്ഷേ ഈ പറഞ്ഞ പോലെ അതെല്ലാം അവരാണല്ലോ തീരുമാനിക്കണം. നമുക്ക് അതിനകത്ത് ഒപ്പീനിയൻ പറയാൻ പറ്റില്ല. ഇപ്പൊ അതോടൊപ്പം തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP എത്രമാത്രം മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? വളരെ നല്ല ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ ഒരു ഇലക്ഷൻ നേരിടാൻ പോകുന്നത്. കാരണം കുറെ നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. തീർച്ചയായിട്ടും കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നല്ല രീതിയിൽ മാറും എന്നുള്ള BJP ആണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇപ്പോൾ നല്ല രീതിയിൽ വളർച്ചയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളത് വളരെ വിസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു പ്രതീക്ഷ നമുക്ക്. ഓക്കെ, എന്നുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പോലെ ഉണ്ടാക്കിയ നേട്ടം കൊച്ചിയിൽ ഉണ്ടാവുന്ന പ്രതീക്ഷ അത് തീർച്ചയായിട്ടും നമുക്ക് തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി പിടിച്ചല്ലോ, പിന്നെ തീർച്ചയായിട്ടും കൊച്ചിക്കും അത് വരും, കൊച്ചിയിലേക്കും വരുമെന്ന്. അതാണ് BJP പ്രവർത്തകരുടെ ആത്മവിശ്വാസവും അത് തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ പറ്റിയെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കേരളം പിടിക്കാൻ പറ്റില്ല എന്നൊരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. മികച്ച സ്ഥാനാർത്ഥികളെ നിർത്താം, അതിനോടൊപ്പം ആരെയൊക്കെ ഒപ്പം ചേർക്കാൻ കഴിയുമോ, അതിന് ഏറ്റവും ഒടുവിലാണ് 2020 പോലും സാബും ജേക്കബ് BJPയിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത നമ്മൾ കേട്ട്, എനിക്ക് തോന്നുന്നു News 18 ആണ് ആദ്യം അത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടത്. News 18 ആയിരുന്നു ആ ഒരു ബ്രേക്ക് ചെയ്തത്. 2020യും BJPയോടൊപ്പം ചേരുന്നു എന്നുള്ളത്. അങ്ങനെ ആരെയൊക്കെ ചേർത്ത് പിടിക്കാൻ പറ്റുമോ, കേരളത്തെ അവിടെ എൽദോപോളും നവമിയുമുണ്ട്. മറൈൻ ഡ്രൈവ് അവിടെ കലൂരിൽ അവിടെയാണ് റോഡ് ഷോ ഉള്ളത്. പ്രവർത്തകരുടെ വലിയ ആവേശം അവർ പങ്കുവെക്കുകയാണ്. ആജ്ഞ രവീന്ദ്രനും ഡാനി പോളും ഉണ്ട്. ആജ്ഞയും തൊട്ടടുത്ത് തന്നെ പരിസരത്തുണ്ട്. ആജ്ഞ വലിയ വികസന പദ്ധതികൾ പ്രതീക്ഷിക്കുന്നുണ്ട് മോദി വരുമ്പോൾ. എന്തൊക്കെയാണ് പ്രവർത്തകർ പറയുന്നത്? മോദിയുടെ വരവുമായി ബന്ധപ്പെട്ട് വലിയ ക്രമീകരണങ്ങൾ ഉണ്ടല്ലോ കൊച്ചിയിൽ. തീർച്ചയായിട്ടും രഞ്ജിത്ത്, നമ്മളിപ്പോൾ കലൂരിലെ സ്റ്റേഡിയത്തിനടുത്ത് തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും നിരവധി കേന്ദ്ര സർക്കാർ പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മലയാളികൾ ഉറ്റുനോക്കുന്നതും പ്രധാനമന്ത്രി എന്ത് പദ്ധതിയാണ് കേരളത്തിന് വേണ്ടി പ്രഖ്യാപിക്കുക, എന്താണ് കേരളത്തിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് സംസ്ഥാന നേരിടുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ സ്ട്രാറ്റജി മുന്നോട്ട് വെക്കുന്നത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട NDAയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.